തിരിച്ചെത്താം. ശ്രീജിത്ത് പണിക്കർ തുടരുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കർ, ഈ ഫലം എന്തായാലും നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് കേരളത്തിലെ 3 മുന്നണികളിലും ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം സൃഷ്ടിക്കുന്ന ഓളങ്ങൾ വളരെ വലുതായിരിക്കും. LDFനെ സംബന്ധിച്ച് അവർക്ക് കഴിഞ്ഞ തവണത്തെ ആ ഒരു കനൽത്തരി ഒന്നുകൂടി ഒന്ന് ഊതിക്കത്തിച്ച് 2ലേക്കോ 3ലേക്കോ എത്തിച്ചു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആ കേന്ദ്രങ്ങളിൽ നിന്നും ഇതുവരെ ഉയരുന്നത്. പക്ഷേ UDFനെ സംബന്ധിച്ച് ഒരു സീറ്റ് കുറഞ്ഞാൽ അത് അവിടെ ഉണ്ടാക്കുന്ന ചലനങ്ങളും പ്രധാനമാണ്. BJPക്ക് ഇനിയും ഒരു അക്കൗണ്ട് തുറക്കാനായിട്ടില്ലെങ്കിൽ അത് ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും അവരുടെ നേതൃത്വത്തെ സംബന്ധിച്ചും ദേശീയ നേതൃത്വം ഇനി എങ്ങനെയാണ് അവരെ കണക്കാക്കുക എന്നതും സംബന്ധിച്ചും നിർണായകമാണ്. അത് താങ്കളൊക്കെ ഒന്ന് വിലയിരുത്താൻ കഴിയുമോ? ശരിയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും അതിനിർണായകമായിട്ടുള്ള കാര്യമാണ്. അതിൽ UDFന്റെ ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്നത് 2019 അവർ നേടിയ വളരെ മികച്ച ഭൂരിപക്ഷവും മികച്ച ജയവും തന്നെയാണ്. 20ൽ 19 സീറ്റുകൾ നേടുക, അത് നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണ് എന്ന് നമുക്കറിയാം. കാരണം 2019 ഉണ്ടായിരുന്ന ദേശീയ സാഹചര്യമോ കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളോ അല്ല. തന്നെയുമല്ല, കുറച്ചുകൂടി ശക്തരായിട്ടുള്ള CPM പ്രതിനിധികളെയാണ് പല സ്ഥലങ്ങളിലും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അവരുടെ പല സിറ്റിംഗ് MLA മാരും ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അതുകൂടാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുതിർന്ന പല നേതാക്കന്മാരും കഴിഞ്ഞ തവണത്തേത് അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുതിർന്ന പല CPM CPI നേതാക്കന്മാരും മത്സരിക്കുന്നുണ്ട്. അതിപ്പോ നമ്മളങ്ങ് വടക്ക് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിൽ ശ്രീ MV ജയരാജൻ മുതൽ വടകരയിൽ ശ്രീമതി KK ശൈലജ, പിന്നീട് ശ്രീ വിജയരാഘവനുണ്ട്, ശ്രീ K രാധാകൃഷ്ണനുണ്ട്, ശ്രീ സുനിൽകുമാർ ഉണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്, തോമസ് ഐസക് ഉണ്ട്, ഇങ്ങ് V ജോയിയും അതേപോലെ തന്നെ ശ്രീ പന്ന്യൻ രവീന്ദ്രനും ഉൾപ്പെടെയുള്ള അതിശക്തരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അപ്പൊ അവർക്ക് ഒരുപക്ഷെ 2019 LDF സ്ഥാനാർത്ഥികൾ നേടിയിരുന്ന വോട്ടുകളേക്കാൾ കൂടുതൽ സമാഹരിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള നേതാക്കന്മാരാണ്. അതുപോലെ തന്നെ ചില മണ്ഡലങ്ങളിൽ, ഏറ്റവും ചുരുങ്ങിയത് 2 മണ്ഡലങ്ങളെങ്കിലും അതിശക്തമായിട്ടുള്ള ഒരു 3-way ഫൈറ്റ് ഉണ്ട്. കാരണം BJPയും 2019 നില മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതൊരു കോൺഗ്രസിന് മേലുള്ള ഒരു പ്രഷറാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഒരു സീറ്റിൽ നിന്ന് 2 ആയാൽ പോലും അതൊരു നേട്ടമാണ് എന്ന രീതിയിൽ പറയുന്നതിന്റെ കാരണം, ഇത്ര ശക്തരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിർത്തി കഴിഞ്ഞാൽ പോലും അവർക്ക് ജയസാധ്യത എന്ന് പറയുന്നത് പല മണ്ഡലങ്ങളിലും വിദൂരമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ഭരണത്തിനോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നമുക്കറിയാവുന്ന പല ജനങ്ങളെ സ്പർശിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാതിരിക്കുക, KSRTCയുടെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം വോട്ടായിട്ട് പ്രതിഫലിക്കുമോ എന്നുള്ള ഒരു ചിന്തയുണ്ട്. 2, ഇത് ദേശീയ അടിസ്ഥാനത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കോൺഗ്രസിന് നേരിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിലേക്ക് ഒരു സീറ്റ് നൽകുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്നതുകൊണ്ട് തന്നെ CPMന് കൊടുത്തത് ഇന്ത്യ സഖ്യത്തിലേക്ക് ചേർക്കുക എന്ന ഒരു വളഞ്ഞ വഴി സ്വീകരിക്കാനായിട്ട് വോട്ടർമാർക്ക് പ്രത്യേകിച്ച് ഒരു കമ്പൽഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ മികച്ച വിജയത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഈ പറഞ്ഞതുപോലെ താമര വിരിയിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. പക്ഷെ അതിന് എക്വിപ്ഡ് ആയിട്ടുള്ള ചുരുങ്ങിയ 2 സീറ്റുകളെങ്കിലും അവർക്കുണ്ട്, വളരെയധികം പ്രതീക്ഷയുള്ള. സാധാരണഗതിയിൽ നമ്മൾ ഈ വോട്ട് പെട്ടിയിലായതിനു ശേഷം കാൻഡിഡേറ്റ്സോ മുന്നണികളോ ഒക്കെ തന്നെ അമിത ആത്മവിശ്വാസം പൊതുവെ പ്രകടിപ്പിക്കുന്നത് കുറവാണ്. പക്ഷെ ഇത്തവണ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷത്തിലും BJPയെ സംബന്ധിച്ച് കുറച്ച് പ്രതീക്ഷകൾ പുലർത്തുന്നുണ്ട്. മറ്റു പല മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നുമുണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോൾ ഓഫ് പോൾസ് എന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രധാനപ്പെട്ട ഒരു ഡസൻ എക്സിറ്റ് പോളുകളുടെ ഒരു ആവറേജ് നോക്കുമ്പോൾ BJPക്ക് ഒരു സീറ്റെങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആൾക്കാരോടോ പാർട്ടി പ്രതിനിധികളോടോ തന്നെ ചോദിച്ചാൽ ആ പ്രതീക്ഷ അസ്ഥാനത്തല്ല എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതിന് പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ മറ്റെന്തെങ്കിലും രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, ഈ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി അറിയണമെങ്കിൽ കുറച്ച് സമയം വരും. പക്ഷേ എന്ത് പറഞ്ഞാലും ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും പ്രത്യേകിച്ച് 2026 തെരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭയിലേക്ക് വരുന്നതിന്റെ സാഹചര്യത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കത്തക്ക രീതിയിലുള്ള ഫലമായിരിക്കാം ഒരുപക്ഷെ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.